സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം നമൗമി തുഞ്ചത്തെഴുമാര്യപാദം. നമുക്ക് ആധ്യാത്മിക ആചാര്യന്മാര് നിരവധിയാണ്. അതിൽ പ്രഥമ അഗ്രമസ്ഥാനത്തെ അർഹിക്കുന്ന ആചാര്യനാണ് തുഞ്ചത്തെഴുത്തച്ഛൻ. തുഞ്ചത്തെഴുത്തച്ഛൻ മാത്രമല്ല, തത്തുല്യമായിട്ടുള്ള നിരവധി ആചാര്യന്മാര്, ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആചാര്യന്മാര് നമുക്കുണ്ട്. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി, പൂന്താനം, അതേപോലെ തന്നെ പൊറൂരമ്മ, വില്ലുമംഗലം സ്വാമിയാര്, കൃഷ്ണനാട്ടത്തിന്റെ കർത്താവായിട്ടുള്ള മാനവേദൻ, ഇവരൊക്കെ ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മഹാത്മാക്കളാണ്. അപ്പൊ തത്തുല്യനായിട്ടുള്ള ഒരാചാര്യനാണ് തുഞ്ചത്തെഴുത്തച്ഛൻ. തുഞ്ചത്തെഴുത്തച്ഛൻ നമ്മുടെ മലയാള ഭാഷയുടെ പിതാവാണ്. അപ്പൊ അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ അറിയേണ്ടത് അത്യാവശ്യമാണല്ലോ. അദ്ദേഹം ഭൂജാതനായത് 16-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിലാണ്, ഒരു 550 കൊല്ലങ്ങൾക്ക് മുമ്പ്. ഇന്നത്തെ മലപ്പുറം ജില്ലയിലെ തിരൂര് തൃക്കണ്ടിയൂർ ശിവക്ഷേത്രത്തിനടുത്തുള്ള തുഞ്ചൻ പറമ്പിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. അന്നത്തെ കാലവ്യവസ്ഥിതി വളരെ ദുഷിച്ചതാണ്. അന്ധവിശ്വാസങ്ങള്, അനാചാരങ്ങള് ഒക്കെ ഉള്ള സമയം. ഇതൊക്കെ സമൂഹത്തിനെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, ഇതൊക്കെ നടമാടുന്ന കാലഘട്ടമാണ്. ഇംഗ്ലീഷുകാരുടെ, പോർച്ചുഗീസുകാരുടെ ഒക്കെ വരവ്, അവരുടെയൊക്കെ അധികാരം ഇവിടെ സ്ഥാപിക്കാനുള്ള വ്യഗ്രത, ഇങ്ങനെയൊക്കെയുള്ള കാലഘട്ടത്തിലാണ് തുഞ്ചത്തെഴുത്തച്ഛൻ ജീവിച്ചിരുന്നത്. അതായത് സംസ്കൃതം പഠിക്കുക, വേദോപനിഷത്തുകൾ അഭ്യസിക്കുക, പുരാണേതിഹാസങ്ങൾ വായിക്കുക, ഇതൊക്കെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇതിനൊന്നും അർഹത ഉണ്ടായിരുന്നില്ല. സമൂഹത്തിലെ ഒരുവിധം ഉന്നത കുലസ്ഥരായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഇതിനൊക്കെ അർഹതയും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സമയത്ത് തുഞ്ചത്തെഴുത്തച്ഛൻ ഇതൊക്കെ പഠിച്ച്, നമ്മുടെ ശാസ്ത്രങ്ങളെ, വേദങ്ങളെ, പുരാണങ്ങളെ, ശാസ്ത്രങ്ങളൊക്കെ പഠിച്ച് അത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഭാവിക്കുകയാണ്. പക്ഷെ അതിന് അന്നത്തെ കാലവ്യവസ്ഥിതി അനുവദിക്കുന്നില്ല. തുഞ്ചത്തെഴുത്തച്ഛന്റെ ജന്മം ഒരു നമ്പൂതിരിക്ക് ചക്കാല നായർ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരു സ്ത്രീയിൽ ഉണ്ടായ പുത്രനാണ് തുഞ്ചത്തെഴുത്തച്ഛൻ. അപ്പോ ആ കാരണം കൊണ്ട് അദ്ദേഹത്തിന് പതിത്വം കൽപ്പിച്ചിരിക്കുകയാണ്. സവർണര് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ചെയ്യാനുള്ള അംഗീകാരമോ അർഹതയോ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഭക്തിയിലൂടെ ജനങ്ങളെ, സാധാരണ ജനങ്ങളെ ഈശ്വരനിലേക്ക് എത്തിക്കുവാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുകയാണ്. അപ്പോ അദ്ദേഹം ഒരു കിളിയെ കൊണ്ടുവന്ന് കിളി പറയുന്നത് മാതിരി അങ്ങോട്ട് പറയാൻ തുടങ്ങി. തനിക്കാണ് പറയാൻ വിലക്കും തടസ്സമുള്ളത്, കിളിയാണല്ലോ പറയുന്നത്. അങ്ങനെ നമ്മുടെ സംസ്കൃതത്തിലുള്ള നമ്മുടെ പുരാണ ഗ്രന്ഥങ്ങള്, ഇതിഹാസ ഗ്രന്ഥങ്ങള് ഒക്കെ അദ്ദേഹം കിളിപ്പാട്ട് രൂപത്തിൽ നമുക്ക് അങ്ങോട്ട് പറഞ്ഞു തരാണ്. അപ്പൊ രാമായണം ആദികാവ്യമാണ്. രാമായണം വാൽമീകി പ്രകീർത്തിതമായിട്ടുള്ളതാണ്. 24,000 ശ്ലോകങ്ങൾ ഉൾക്കൊള്ളുന്ന ആദ്യത്തെ ഇതിഹാസ ഗ്രന്ഥമായ രാമായണം. ആ വാൽമീകി രാമായണത്തിന്റെ സംഗ്രഹമാണ് അധ്യാത്മ രാമായണം. വേദവ്യാസനാണ് അത് സംഗ്രഹിച്ച് 3000 ചില്ലാനം ശ്ലോകങ്ങളിൽ കൂടെ ആക്കിയത് എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. ആ അധ്യാത്മ രാമായണത്തെ തുഞ്ചത്തെഴുത്തച്ഛൻ കിളിപ്പാട്ട് രൂപത്തിൽ നമുക്ക് അങ്ങോട്ട് പറഞ്ഞു തരികയാണ്. ഒരു കിളി പറയുന്നത് മാതിരി അങ്ങോട്ട് പറയുകയാണ്. ശാരിക പൈതൽതാനും വന്നിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ. ഇങ്ങനെയാണ് അത് ആരംഭിക്കുന്നത്. അങ്ങനെ രാമായണം കിളിപ്പാട്ട് രൂപത്തിൽ നമുക്ക് അദ്ദേഹം പരിഭാഷപ്പെടുത്തി തരികയാണ് ചെയ്യുന്നത്. അധ്യാത്മ രാമായണം ഇപ്പൊ നമ്മൾ നമ്മുടെ ഈ കേരള പുണ്യ ഭൂമിയിലെ എല്ലാ ഭവനങ്ങളിലും രാമായണം, ഭാരതം, ഭാഗവതം, ദേവീമഹാത്മ്യം എന്നിവയൊക്കെ നിത്യപാരായണം ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് അതിന്റെയൊക്കെ അഭാവം ധാരാളമുണ്ട്. ഇപ്പൊ കർക്കടക മാസത്തിൽ രാമായണ മാസമായിട്ട് നമ്മൾ ആചരിച്ചു വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ആ കർക്കടക മാസത്തിൽ നമ്മൾ ചൊല്ലുന്ന, ക്ഷേത്രങ്ങളിലും ഭവനങ്ങളിലും ഒക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന രാമായണം തുഞ്ചത്തെഴുത്തച്ഛനാൽ വിരചിതമായതാണ്. അതിന്റെ മാഹാത്മ്യം എത്രയാണെന്ന് പറയാൻ പറ്റില്ല. ഒരു ചെറിയ ഉദാഹരണം പറയുകയാണ്.
ഇപ്പൊ മഹാകവി വള്ളത്തോളൻ അദ്ദേഹം ഒരു ദിവസം വൈകുന്നേരത്തെ ഒരു നദിയിൽ കൂടെ ബോട്ടിൽ യാത്ര ചെയ്യാണ്, ഒരു തോണിയില്. അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ നദിയുടെ രണ്ട് തീരങ്ങളിലുമായിട്ട് ധാരാളം ചെറിയ ചെറിയ വീടുകളുണ്ട്. അതിൽ ഒരു വീട്ടിൽ നിന്ന് വിളക്ക് കൊത്തിച്ചു വെച്ച ഒരു സ്ത്രീ ആ വിളക്കിന്റെ മുമ്പിലിരുന്ന് തുഞ്ചത്തെഴുത്തച്ഛന്റെ അധ്യാത്മരാമായണം വളരെ മനോഹരമായ രീതിയിൽ അങ്ങനെ വായിക്കുകയാണ്. ഏത് ഈണത്തിലും ഏത് രാഗത്തിലും വേണമെങ്കിൽ നമുക്കതിനെ വായിക്കാൻ സാധിക്കും. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ വള്ളത്തോൾ അപ്പാണ്ട് പറയുകയാണ്, കാവ്യം സുഗേയം കഥരാലവീയം കർത്താവു തുഞ്ചത്തുളവായ ദിവ്യൻ ചൊല്ലുന്നതോ ഭക്തിമയസ്വരത്തിൽ ആനന്ദലബ്ധിക്കിനി എന്തു വേണം. ഇവിടെ ആരുടെ കഥയാണ് ഇവിടെ പാടുന്നത്, വായിക്കുന്നത്? രാഘവന്റെ കഥ. രാഘവൻ എന്ന് വെച്ചാൽ ആരാണ്? ശ്രീരാമൻ. രഘു എന്നു പേരായിട്ടുള്ള ഒരു രാജാവ് സൂര്യവംശത്തിൽ രാജ്യം ഭരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ വംശപരമ്പരയിൽ പിറന്നവൻ എന്ന അർത്ഥത്തിലാണ് ശ്രീരാമന് രാഘവൻ എന്നുള്ള പേര് വന്നിട്ടുള്ളത്. രഘോഹോ ഗോത്രാപത്യം പുമാൻ രാഘവ എന്നാണ് രാഘവൻ എന്ന ശബ്ദത്തിന്റെ വിഗ്രഹം തന്നെ. അപ്പൊ അങ്ങനെ ശ്രീരാമചന്ദ്രസ്വാമിയുടെ കഥയാണ് ഇവിടെ പറയുന്നത്. ഇനി ആരാണ് ഇത് എഴുതിയിട്ടുള്ളത്? കർത്താവ് തുഞ്ചത്തുളവായ ദിവ്യൻ. പക്ഷാൽ പരമഭാഗവതോത്തമനായ തുഞ്ചത്തെഴുത്തച്ഛനാണ് ഇത് ഈ രാമായണം കിളിപ്പാട്ട് രൂപത്തിൽ നമുക്ക് സമർപ്പിച്ചിട്ടുള്ളത്. ഇപ്പോ ശ്രീഗുരുവായൂരപ്പൻ അത്യന്തം ഇഷ്ടപ്പെട്ടതും ഭക്തജനങ്ങൾ ഏറ്റവും ആദരിച്ചു വരുന്നതുമായ ഉത്തമ സ്തോത്രഗ്രന്ഥമാണ് നാരായണീയം. നാരായണീയത്തിന്റെ കർത്താവ് ആരാണ്? മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദർ.